ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബെയർ ആൻഡ് ജോളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ ഞാനിപ്പോൾ എന്തിനാണ് ഈ നവ്യ നായരുടെ ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചത്. കഴിഞ്ഞ ദിവസം നവ്യ നായർ അവരുടെ ഫേസ്ബുക്കിൽ ലൈഫ്സ് ലിറ്റിൽ ഹൈലൈറ്റ് എന്ന പേരിൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മുംബൈ ലീല പാലസ് ആണെന്ന് എനിക്ക് തോന്നുന്നു, കണ്ടിട്ട് ആ ഹോട്ടൽ കണ്ടിട്ട് അവിടെ വെച്ച് എടുത്ത ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ വീഡിയോ മിക്കവാറും അതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്ന നവ്യ നായരുടെ അറ്റയർ ആണ്. കാരണം ആ അറ്റയറിനെ കുറിച്ചാണ് പിന്നീട് ചർച്ച നടന്നത്. എങ്ങനെ നവ്യ നായർ പോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ മനോഹരം അത് ഷൂട്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന മ്യൂസിക്, ഇതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഏറ്റവും പ്രധാനമായിട്ട് നടന്ന ചർച്ച നവ്യ നായർ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ചാണ്. പണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ടെന്നീസ് കളിക്കാരെ സംസ്കാരം പഠിപ്പിക്കാൻ പോയ ഒരു ചരിത്രമുണ്ട്. എങ്ങനെയായിരിക്കണം ഡ്രസ്സ് ഇടേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ടെന്നീസ് കളിക്കാരെ പഠിപ്പിച്ചു. കാരണം ടെന്നീസ് കളിക്കുന്ന ആൾക്ക് ഒരിക്കലും പറതിട്ടുകൊണ്ടോ അല്ലെങ്കിൽ സെറ്റ് സാരി എടുത്തുകൊണ്ടോ അല്ലെങ്കിലും ചുരിദാർ ഇട്ടുകൊണ്ടോ കളിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് അവരുടെ കംഫർട്ടബിളായ രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടേ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതില്ലെങ്കിലും നമ്മളവരെ സംസ്കാരം പഠിപ്പിക്കും. അപ്പോൾ ഈ അവസരത്തിൽ ഇപ്പോൾ നവ്യയുടെ ഡ്രസ്സ് കണ്ടപ്പോൾ കുറച്ച് ആൾക്കാർ നവ്യയെ സംസ്കാരം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ആ സംഭവമാണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. നമുക്കിനി വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. ഇത് കാണുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ വിചാരിക്കുക, നമ്മളെ സംസ്കാരത്തെ ഏത് രീതിയിലാണ് ഈ സംഗതി ബാധിക്കാൻ പോകുന്നതെന്ന്. അതൊന്നും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നിങ്ങളിത് കണ്ടോണം തന്നെ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും അത്ര വലിയ കിടുക്കാച്ചി വീഡിയോ ഷൂട്ടാണെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു അത് അത്ര വലിയ പ്രിപ്പയർഡ് അല്ലാതെ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഷൂട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ ഒരാൾ ഒരു റീൽ എടുത്താൽ എങ്ങനെയായിരിക്കും അതുപോലെയുള്ളൂ. അതാണ് എനിക്ക് അവിടെ എന്ത് പറയാൻ തോന്നിയ ഒരു കമൻറ്റ്. അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കണ്ടപ്പോൾ ഫീൽ ചെയ്തു നമ്മളുടെ ആർഷഭാരത സംസ്കാരം തകർന്നടിഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അല്ലെങ്കിൽ നവ്യ നായർ എന്ന് പറയുന്ന നമ്മളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുയരുന്ന വിഗ്രഹം അതങ്ങോട്ട് വീണുടഞ്ഞു പോയിരുന്നു. നമ്മളെ മനസ്സിൽ നവ്യ നായർ എന്ന് പറയുമ്പോൾ ഓടി വരുന്നത് ഒരു ബാലാമണിയുടെ ചിത്രമാണ്. ബാലാമണി എന്ന് പറയുന്ന ഒരു പാവടയും ബ്ലൗസ് കൊടുത്ത് ഒരു വേലക്കാരായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ആദ്യം ഓടി വരുന്നത്. അതാണല്ലോ നമ്മളുടെ മനസ്സിലുള്ള ശാലീന സൗന്ദര്യം, അല്ലെങ്കിൽ ഒരു കുലസ്ത്രീ ചിന്താഗതി എങ്ങനെയാണല്ലോ നമ്മൾ പോകുന്നത്. നമ്മളുടെ രാജ്യത്തിന് ചേർന്ന ഡ്രസ്സ് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഡ്രസ്സ് ധരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സംസ്കാരം തകർന്നടിഞ്ഞു പോകുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയില്ലായിരിക്കാം, തോന്നുന്നുണ്ടാവും. എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കമൻ്റ് ആയിട്ടുള്ളൂ. പക്ഷേ ചില ആളുകൾക്ക് നവ്യ നായരുടെ ഈ അറ്റയർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കമൻറ്റുകളാണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് അറിയാവോ, ഏറ്റവും കൂടുതൽ നവ്യ നായർ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഈ സ്ത്രീകൾ വസ്ത്രധാരണം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടെ പീഡനം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് വാദിക്കുന്ന സ്ത്രീകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അവരോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ 6 മാസം പ്രായമുള്ളതും 3 മാസം പ്രായമുള്ളതുമായ കുട്ടികളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നത് അവരുടെ ഡ്രസ്സ് കണ്ടിട്ടാണോ എന്നറിഞ്ഞാൽ കൊള്ളാം. അല്ലെങ്കിൽ 60 വയസ്സുള്ള പ്രായമായ അമ്മൂമ്മമാരടക്കമുള്ളവരിവിടെ പീഡിപ്പിക്കപ്പെടുന്നത് അവരുടെ ഡ്രസ്സ് കണ്ടിട്ടാണോ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവന്മാരുടെ മനസ്സിൽ കിടക്കുന്ന വിഷം കൊണ്ടാണോ? എന്തായാലും നമുക്ക് കമൻറ്റ് വായിച്ചു നോക്കാം. ആദ്യത്തെ കമൻറ്റ് ഒരു ആദിലക്ഷ്മി ജിത്താണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നവ്യയെ ഈ മോഡൽ ഡ്രസ്സിൽ കാണുന്നത് എന്തുകൊണ്ടോ എനിക്കിഷ്ടമല്ല. അതാ പ്രശ്നമല്ല. നമുക്കൊരാളെ ഈ രീതിയിൽ കാണാനാണ് ആഗ്രഹം, ആ രീതിയിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. അത് വലിയ പ്രശ്നമുള്ള കമൻ്റായിട്ട് തോന്നുന്നില്ല. അടുത്ത കമൻ്റാണ് രസം. നല്ലൊരു നടിയായിരുന്നു, ഇപ്പോൾ സിനിമയില്ലാതെ വന്നപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഇതിനെയാണ് നമ്മൾ പച്ച മലയാളത്തിൽ അസൂയ എന്ന് പറയുന്നത്, കണ്ണുകടി എന്ന് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മായിത്തീർന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് വിമർശിക്കാം. ഇപ്പോൾ ഒരു സിനിമ മോശമായിട്ട് അഭിനയിച്ചു, അഭിനയം മോശമാണെന്ന് പറയാം. സിനിമ മോശമായിട്ട് സംവിധാനം മോശമാണ്. അതുവരെ ചിലപ്പോൾ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായിരിക്കാം. തൊട്ടടുത്ത ഒരു പൊട്ടപ്പടം അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇതെന്തോന്നാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്ന ഒരു പടം എടുത്ത് വെക്കുന്നത്, അതിനൊക്കെ വിമർശിക്കാം. പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, എനിക്ക് ആ ഡ്രസ്സ് ഇട്ട് കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം സിനിമ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരാൾ കാണിച്ചു കൂട്ടുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധ പിടിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരു കാണിച്ചു കൂട്ടലായിട്ടാണ് ഈ പ്രീതി പറയുന്നത്. അടുത്തൊരാൾക്കും ഒരു പ്രശ്നമാണ്, ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അത് പോയി കിട്ടി. അതാണ് ആളുകൾ
നമ്മൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു പ്രീ ഡിഫൈൻഡ് ഫ്രെയിമാണ്. നവ്യ നായരാണെന്നുണ്ടെങ്കിൽ ബാലാമണിയെ പോലെ ഫുൾ ടൈം. എനിക്കും തോന്നുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബാലാമണി ധരിച്ചിരിക്കുന്ന ആ ഡ്രസ്സാണെങ്കിൽ പോലും നമുക്ക് എക്സ്പോസ്ഡ് ആണെന്ന് വെച്ചാൽ അത് എക്സ്പോസ്ഡ് ആണ്, അങ്ങനെ വിചാരിച്ചാൽ എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഷേക്സ്പിയറിനെ പോലുള്ള ആൾക്കാർ പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദി ഐസ് ഓഫ് ദ ബിഹോൾഡർ. അതിന് മുമ്പ് ബ്യൂട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഏത് കാര്യമായാലും ബ്യൂട്ടി മാത്രമല്ല, നമ്മൾ എന്താണോ ഒരാളിൽ നിന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് നമ്മളെ കണ്ണിലാണ്, നമ്മളെങ്ങനെ കാണുന്നു എന്നാണ് പ്രധാനം. കുറച്ച് ദിവസം മുന്നേ ഒരു ഫേസ്ബുക്കിലൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന ഒരു പോസ്റ്റ്, അതിനെക്കുറിച്ച് എഴുതണമെന്ന് വിചാരിച്ചു, പക്ഷേ സമയം കിട്ടിയില്ല. എഴുതണം, എന്തായാലും അത് എഴുതേണ്ട വിഷയമാണ്. ഒരു ലേഡി വളരെ ബോൾഡായ ഒരു ഡ്രസ്സ് ഇരിക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ട് നടന്നു പോകുന്ന ചിത്രമാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഇതൊക്കെ ഇവർക്ക് കാണിക്കാം, കണ്ട് നമ്മൾ തുറിച്ചു നോക്കിയാൽ അപ്പോൾ പ്രശ്നമായി. തീർച്ചയായിട്ടും തുറിച്ചു നോക്കുന്നിടത്ത് തന്നെയാണ് പ്രശ്നം. അതിനൊന്നും യാതൊരു സെക്കൻഡ് തൊട്ടിൻ്റെ ആവശ്യം പോലും ഇല്ല. അവർ കംഫർട്ടബിളായ ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ അത് അവരുടെ കംഫർട്ട് സോണാണ്. നമ്മൾ അവർക്ക് ഡിസ്കംഫർട്ട് ആവുന്ന രീതിയിൽ നോക്കുമ്പോൾ, ഇപ്പം എനിക്ക് എൻ്റെ ബോഡിയുടെ ഷേപ്പ് മാറുന്നതനുസരിച്ച് ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റും. വളരെ ടോണ്ടായിരിക്കുന്ന സമയത്ത് ഞാൻ വളരെ ബോഡി ഫിറ്റായ ഡ്രസ്സ് ധരിക്കും. അതേസമയം ഒന്ന് ഷേപ്പ് ഓക്വേർഡായി തോന്നി തുടങ്ങിയാൽ ഞാൻ വളരെ ലൂസായിട്ടുള്ള ഷർട്ട് ഇട്ട് നടക്കാം, അല്ലെങ്കിൽ ടീ ഷർട്ട് ഇടാനായിട്ടായിരിക്കും ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിനകത്താണ് ഞാൻ കംഫർട്ട് കണ്ടെത്തുന്നത്. അപ്പം ഞാൻ കുറച്ച് വളരെ ഫിറ്റായിട്ട് ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ ഒരാൾ കുറച്ച് നേരം തുറിച്ചു നോക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഡിസ്കംഫർട്ട് ആവും. അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രസ്സ് ധരിക്കുന്ന സ്ത്രീകളത് പറയുന്നത്, വൈ ഷുഡ് യു സ്റ്റെയർ അറ്റ് ദീസ് പീപ്പിൾ? എന്തിനവരെ നിങ്ങൾ തുറിച്ചു നോക്കണം? നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോവുക. ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് അത് അപ്രീഷിയേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ ഒരുമാതിരി നോട്ടം പോയി നോക്കരുത്. അത് ആളെ ഡിസ്കംഫർട്ട് ആക്കുന്ന രീതിയിൽ നോക്കാനും പാടില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്തതുകൊണ്ടാണ് ഇത്തരം പോസ്റ്റുകളും പൊക്കി പിടിച്ചുകൊണ്ട് ചില കേശവൻ മാമന്മാരും മാമിമാരും ഒക്കെ വരുന്നത്. അടുത്ത കമൻറ്റ്, നവ്യ എന്ന് പറയുമ്പോൾ മനസ്സിൽ തെളിയുന്നത് ഒരു നാടൻ പെൺകുട്ടിയാണ്, അതുകൊണ്ട് ഈ വക ഡ്രസ്സുകളൊന്നും നവ്യയ്ക്ക് ചേരില്ല. ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. ഈ മാമനോടൊന്നും തോന്നല്ല മക്കളെ, മാമനാണെന്ന് സമ്മതിച്ച വളരെ നന്നായി. ഫ്രണ്ടിൽ കേശവ മാമനോട് എഴുതി കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്, കറക്റ്റായിട്ട് വരും. നവ്യ ഏത് രീതിയിൽ ഡ്രസ്സ് ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നവ്യാണ്, അല്ലെ നമ്മളെ ഡിഫൈൻ ചെയ്യണം. നവ്യ നാളെ മുതൽ സെറ്റ് സാരി എടുത്താൽ മതി, അല്ലെങ്കിൽ നവ്യ നാളെ മുതൽ നാടൻ ഡ്രസ്സുകൾ ധരിച്ചാൽ മതി, ഐശ്വര്യമുള്ള ഡ്രസ്സ് ധരിച്ചാൽ മതി. ഐശ്വര്യമൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഐശ്വര്യം ഇല്ല എന്ന് പറയേണ്ടി വരും. അവരാരും സാരി ഉടുത്തല്ലല്ലോ നടക്കുന്നത്. സത്യത്തിൽ മാമനോട് പറയാനുള്ളത്, മാമന് മനസ്സിൽ തോന്നുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ വേറെ മാമനോടൊന്നും തോന്നേണ്ട കാര്യമില്ല. കഴുത്തിൽ രുദ്രാക്ഷ ഗിളതാൽ സംസ്കാരമാകില്ല. നാടിൻ്റെ സംസ്കാരം വളർത്തി പ്രചരിപ്പിക്കുന്നവരാകണം പ്രശസ്തർ. അന്യന്റെ സംസ്കാരത്തിന്റെ സമ്പന്നമായി അതിൽ നാറുന്നത് നന്നല്ല. ഇപ്പം ഇത് ചിക്സ് ആർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഞാൻ അവൻ്റെ പ്രൊഫൈലൊന്ന് എടുത്ത് നോക്കി. ഈ കാണുന്നതാണ് അവൻ്റെ ഫോട്ടോഗ്രാഫ്. റെയ്ബാൻ സൺഗ്ലാസ്, വാച്ച് ഏതാണെന്ന് അറിയില്ല, എന്തായാലും അത്യാവശ്യം കിടുകിടലൻ വാച്ച്, ഒരു സെമി കുർത്ത ഷർട്ട്, ഒരു പാൻറ്. നമ്മൾ എന്ന് മുതലാണ് സംസ്കാരത്തിൽ പാൻറ് ഇട്ട് തുടങ്ങിയത്? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നമ്മളുടെ പൈതൃകത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ മുന്നേയുള്ള ആളുകളൊക്കെ ഈ പാൻറ് ഇട്ട് കാണുന്നത് ഒറ്റ മുണ്ട് കൊടുത്ത് കാണുന്നിട്ടുണ്ട്. ഒറ്റ മുണ്ട്. ചിലവർ മേൽമുണ്ട് പോലും എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അതായിരുന്നു നമ്മുടെ സംസ്കാരം. ഈ പാൻറ് ഇട്ട് ഇങ്ങോട്ട് വന്നത് അച്ഛാതേ പാണ്ട് അമ്മേതേ പാണ്ടെന്ന് ഇടാൻ തുടങ്ങിയത് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ്. അപ്പോൾ ആദ്യം നീ നിൻ്റെ പാൻറ് ഉരുക്കളഞ്ഞിട്ട് മേൽമുണ്ടോ അല്ലെങ്കിൽ ഒരൊറ്റ മുണ്ടോ കൊടുത്ത് തലയിൽ തോർത്തും കെട്ടി ഇറങ്ങുക സംസ്കാരം സംരക്ഷിക്കാൻ. ഇനി അടുത്ത ടീമുകളാണ് കേട്ടോ. ഇത് സ്ഥിരം പരിപാടിയാണ്. ഇവരൊക്കെ എപ്പോഴും ആളുകളെ തള്ളവരെ അന്യമരെന്ന് വിളിക്കണമെന്ന് അറിയില്ല. ഈ തള്ള പേര് കളയും. അപ്പം ഞാൻ നോക്കിയത്, അപ്പം ഞാൻ ഈ തള്ള എന്ന് വിളിച്ച പുള്ളിക്കാരൻ്റെ അടുത്ത് നോക്കി കേട്ടോ. ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രൊഫൈലിൽ കാണുന്ന ഇമേജ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കണ്ടാലും പറയില്ല കേട്ടോ തന്തയാണെന്ന്. ഒരു യുവമിഥുനമാണ് നിങ്ങൾ. മറ്റേ യുക്കാലിപ്സ് തോട്ടങ്ങൾക്കിടയിലൂടെ ഓടി നടക്കുന്ന ഒരു യുവമിഥുനമായിട്ട് നിങ്ങളെ കണ്ടു തോന്നിയത്. ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷനാണ് ഈ പുറത്തു വരുന്നത്. പെറ്റിക്കോട്ട് ഇട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ, അത് മറ്റൊരു ഫ്രസ്ട്രേഷനാണ് ആശാൻ്റെ. ഡ്രസ്സ് ഇതുവരെ കാണണം, അതേ ലോകത്തിന് പുറത്തേക്ക് ഒന്ന് തുറന്ന് നോക്കണം. ഈ പൊട്ടക്കിണറ്റി കിടന്ന് കഴിയുമ്പോൾ നമ്മൾ പെറ്റിക്കോട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം അങ്ങനെയാണല്ലോ, ഉള്ളിൽ കിടക്കുന്ന ഡ്രസ്സ് എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ പെറ്റിക്കോട്ട് വരെ കാണാൻ പറ്റുള്ളൂ. കാലമൊക്കെ മാറിപ്പോയി ആശാനെ. 2025 നിങ്ങളിപ്പോഴും 1990 ബസ് കിട്ടാൻ നിൽക്കുക. അതാണ് ഈ പെറ്റിക്കോട്ട് തന്നെ കിടക്കുന്നത് കാര്യങ്ങൾ. നിങ്ങളാണ് സത്യത്തിൽ പെറ്റിക്കോട്ടിട്ട് തുടങ്ങിയിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ചിന്താഗതി കുറച്ചുകൂടി വളരാനുണ്ട്. പടങ്ങൾ കുറഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ തോന്നുന്ന ഐഡിയ, ഈ പറയുന്ന പുള്ളിക്കാരൻ പിന്നെ ലോക പ്രശസ്തനാണല്ലോ. ശരി, പ്രശസ്തനാവണോ പ്രശസ്തനല്ലാത്തതാണോ അതൊക്കെ ഒരാൾക്ക് കമൻറ്റ് പറയാനും കമൻറ്റ് പറയാതിരിക്കാനുമുള്ള ഒരു സ്റ്റാൻഡേർഡേ അല്ല. അയാൾക്ക് അഭിപ്രായം പറയാം. പക്ഷേ പടങ്ങൾ കുറഞ്ഞ് വീട്ടിലിരിക്കുന്നത് കൊണ്ട് നടത്തുന്ന ഫ്രസ്ട്രേഷനാണ് തോന്നുന്നത്. ഇപ്പം നേരത്തെ ഒരു കമൻറ്റ് നമ്മൾ കണ്ടു. ആ ഫ്രസ്ട്രേഷൻ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ കണ്ണേടി എന്ന് പറയുന്നത്.
ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നവ്യ ഇപ്പോഴും സിനിമയിൽ അവർ അഭിനയിച്ച ഒരുത്തി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അവർ ഒരു കംബാക്ക് നടത്തിയതാണ്. പക്ഷേ അവരൊരു സക്സസ്ഫുൾ ഡാൻസറാണ്, ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ്. സിനിമയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുകയല്ല. ഇത് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. പെറ്റിക്കോട്ട് അമ്മച്ചി മറ്റൊരു കണ്ണുകടി, തള്ളച്ചി വേറൊരു കണ്ണുകടി. പെറ്റിക്കോട്ട് അമ്മച്ചി എന്ന് വിളിച്ച പുള്ളിക്കാരത്തിയുടെ DP ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തള്ളച്ചി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ബാലാമണി ചാൻസിന് വേണ്ടിയാണോ സെലിബ്രിറ്റിയായി കത്തിയെന്നപ്പോൾ തോന്നാത്ത ബുദ്ധി. ഈ പറയുന്ന പുള്ളിക്കാരൻ ആരാണെന്ന് പോലും അറിയില്ല. അഗൈൻ ആരാണെന്ന് അറിയാത്ത ഒരു പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ കുറഞ്ഞ പക്ഷം അവരിപ്പോഴും കരിയറിൽ അവരുടേതായ രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഒരു ഡാൻസർ എന്ന നിലയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, ഒരു ഓണ്ടർപ്രണർ എന്ന നിലയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. ഇത് വേണ്ടായിരുന്നു. ഞാൻ ഓടിക്കുന്ന ഇനോവയിൽ ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്, ഇവർ ഭയങ്കര അഹങ്കാരം, എനിക്ക് അനുഭവമുണ്ട്, ക്യാമറയുടെ മുന്നിൽ നല്ല വെള്ളച്ചമയും. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇനി അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ടോപ്പിക്കാണ്. ഈ ഡ്രസ്സ് ധരിച്ചുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ വീഡിയോയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. വേറെ ഒരു ചേച്ചിയുടെ ബുദ്ധിമുട്ട്, കിളവിയായല്ലോ. ഇതൊരു സ്ഥിരം ഡയലോഗാണ് കേട്ടോ, ഈ കിളവിയായല്ലോ അല്ലെങ്കിൽ കിളവനായല്ലോ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഉള്ളിൽ കിടക്കുന്ന ഉള്ളിൽ കിടക്കുന്ന കണ്ണുകടിയും ഫ്രസ്ട്രേഷനൊക്കെ പുറത്തു വരുന്നത് കാണുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ബാബു മോൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നു. ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിയല്ല. നവ്യ ഏത് ഡ്രസ്സ് ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ നടക്കണം, അവരുടെ വ്യക്തിപരമായ അവകാശങ്ങളല്ലേ. അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർക്ക് ചെയ്യാം. നമ്മളാരുമല്ലല്ലോ അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത്. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ ഒരു അസൂയ? നവ്യ നല്ല നടിയാണ്, നല്ല ക്യാരക്ടറാണ്, നമുക്കത് നോക്കിയാൽ പോരാ, അത്രേ ഉള്ള കാര്യം. ഇനി അവർ തെറ്റായ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിമർശിക്കും. ഇപ്പോൾ കുറച്ചാൾ മുമ്പ് സന്യാസിമാർ കുടലും മണ്ടും പുറത്തിട്ടത് കഴുകുമെന്ന് പറഞ്ഞു. ശുദ്ധ മണ്ടത്തരമാണ് പറഞ്ഞത്, ശുദ്ധ വിവരക്കേടാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും വിമർശിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ അവർ പറഞ്ഞ ആ അഭിപ്രായത്തെയാണ് വിമർശിക്കുന്നത്. ഓക്കെ, മറ്റൊരു കമന്റ്, എ വെരി മിസറബിൾ ലൈഫ് ഇഫ് അതേഴ്സ് ഡിസൈഡ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ. മറ്റുള്ളവരാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ദാറ്റ്സ് എ മിസറബിൾ ലൈഫ്. ദുരന്തമായിരിക്കും ജീവിതം എന്നാണ് പറയുന്നത്. കുറച്ചു മുമ്പ് ആളുകൾ പറഞ്ഞില്ലേ, നവ്യ നായരെ ഈ ഡ്രസ്സിൽ കാണുന്നതല്ല ഇഷ്ടം, അല്ലെങ്കിൽ നവ്യ നായർ ഇങ്ങനെ കാണുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അയാൾ വരണം എന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ഗോയിൻ ടു ബി എ മിസറബിൾ ലൈഫ്. വളരെ കൃത്യമായിട്ടാണ് അവർ ആ കമൻറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഇടയിലേക്ക് കൂടുതൽ ചകഞ്ഞ് ഞാൻ പോകുന്നില്ല. ഇതിനകത്തൊരു സാബു കൊച്ചൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ അത് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ലോകത്ത്, ഈ ജീവിതത്തിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക, ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുക, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ കടന്നു പോകട്ടെ, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നു. ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ തോന്നിയ പോലെ ചെയ്യാമെന്നല്ല. ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കെട്ടുറപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആർഷഭാരത സംസ്കാരത്തെക്കുറിച്ചല്ല പറയുന്നത്. ഞാനൊരു ക്രിമിനലാണ്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ തോന്നിയ പോലെ ചെയ്യുമെന്ന് പറയുന്നത് അതൊരു സ്വാതന്ത്ര്യമല്ല. അതാണ് സമൂഹത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഞാൻ ആരെയും കയറി ആക്രമിക്കും, ആരെയും കയറി തല്ലും, ആരെയും കയറി കൊല്ലും എന്നൊക്കെ പറയുന്നത് അതൊരു സ്വാതന്ത്ര്യമല്ല. പക്ഷേ ഒരാൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത്, ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യുന്നത്, ഇഷ്ടമുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്നത്, വിശ്വസിക്കാതിരിക്കുന്നത്, ഇഷ്ടമുള്ള പാർട്ടിയിൽ പിന്തുടരാതിരിക്കുന്നത്. നമ്മൾക്ക് അവരുടെ രാഷ്ട്രീയത്തിൽ പറയുന്ന കാര്യങ്ങൾ വിമർശിക്കാം, അവരുടെ സിനിമയെ വിമർശിക്കാം, അഭിപ്രായങ്ങൾ വിമർശിക്കാം. പക്ഷേ അവരൊരു വസ്ത്രം ധരിച്ചു എന്ന് കരുതി അവരെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.